ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശകുനം, നിമിത്തം, സ്വപ്നം. ഈ മൂന്ന് കാര്യങ്ങൾ, ശകുനം, നിമിത്തം, സ്വപ്നം, ഈ മൂന്ന് കാര്യങ്ങൾ സത്യമാണോ മിഥ്യയാണോ? ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും പഠിപ്പിക്കുന്നതല്ല നമ്മൾ പഠിക്കേണ്ടത്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു കാര്യം ഞാൻ ഓർക്കാണ്, ഒരു സ്ത്രീയുടെ ആശങ്ക. കൂടെ അവർ ശവപ്പെട്ടി സ്വപ്നം കാണും. ഇനി അവർക്ക് ഒരാശങ്ക കയറി അവരുടെ മനസ്സ് പറയണത് ഭർത്താവിന് എന്തോ സംഭവിക്കാൻ പോകും. ആ രീതിയിലുള്ള സ്വപ്നമാണ് കാണുക. ഇത് കുറച്ച് നാളുകളായി. ഞാൻ അവരോട് ചോദിച്ചു, എന്നിട്ട് ഭർത്താവ് വല്ലതും സംഭവിച്ചോ? ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇത്രയും നാളും ഈ കണ്ട സ്വപ്നം അത് യാഥാർത്ഥ്യമായിരുന്നോ? ദൈവത്തിൻ്റെ വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഈ സ്വപ്നം അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്, നമ്മളെയും വഞ്ചിക്കാം. അതിലല്ല നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടത്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നമ്മൾ ജീവിക്കണം. ആ വചനങ്ങളിലൂടെയെല്ലാം നമ്മളിനി കടന്നു പോകുന്നതാണ്. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരാൾ പറഞ്ഞത്, ഞാൻ ഒരു വീട്ടിൽ ചെന്നത് നിമിത്തമായി. ഞാൻ ചെന്നതുകൊണ്ട് വലിയ ഒരു അപകടത്തിൽ അവർ പെടുന്നതിൽ നിന്നും മോചനം പ്രാപിച്ചു. ഒരു തട്ടിപ്പിൽ പെടാതിരിക്കാൻ ഞാൻ അവിടെ ചെന്നത് ഒരു നിമിത്തമായി. ഇങ്ങനെയൊക്കെ പറയുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അപ്പം ഈ സംഭവങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി നമുക്ക് ദൈവവചനം എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കാം. കർത്താവിൻ്റെ വചനം പ്രഭാഷകൻ 34:5 വചനം. പ്രഭാഷകൻ 34:5 ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ്. സത്യമോ മിഥ്യയോ? അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും സത്യമാണോ മിഥ്യയാണോ? സത്യമാണെന്ന് എത്രയോ പേര് പറയാറുണ്ട്. ഞാൻ വെളുപ്പിനെ കണ്ട സ്വപ്നം അത് ഫലിക്കും, ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം പലപ്പോഴും അതുപോലെ നടന്നിട്ടുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, ഗർഭിണിയുടെ ഭാവന പോലെയാണ് ശകുനം, നിമിത്തം, സ്വപ്നം. ഇവയെല്ലാം നമ്മളെ വഴിതെറ്റിക്കാനാണ് സാധ്യത കൂടുതൽ എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിയമാവർത്തനം 18:9 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദേശത്തെ ദുരാചാരങ്ങൾ നിങ്ങൾ അനുകരിക്കരുത്. നമ്മുടെ ചുറ്റുപാടുള്ളവർ പലതും ചെയ്തേക്കാം, നമുക്ക് ആ വഴിക്ക് പോകാൻ പറ്റത്തില്ല. ദൈവവചനം അനുവദിക്കുന്നതും അനുവദിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. കുറേ കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഹോമം, പ്രശ്നം, ലക്ഷണം പറച്ചിൽ, ആഭിചാരം, മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ വചനഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ അനുകരിക്കരുത്. കാരണം നീ ദൈവത്തിൻ്റെ മകനും മകളുമാണ്, നീ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇത് നിനക്ക് ചേർന്നതല്ല എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ലേവ്യർ 19:26 വചനം എടുത്താൽ, ലേവ്യർ 19:26, ശകുനം നോക്കുകയോ ആഭിചാരം നടത്തുകയോ അരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങളുടെ കാര്യം നടക്കും, പ്രശ്നം തീരും എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ നിങ്ങളുടെ പുറകെ വന്നാലും അതിൻ്റെ പുറകെ പോകരുതെന്ന്. ദൈവമക്കളായി നമുക്ക് അത് സ്വീകാര്യമല്ല, അനുവദനീയമല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 2 രാജാക്കന്മാർ 17 വചനം എടുത്താൽ, ശകുനവും മന്ത്രവാദവും കർത്താവിനെ പ്രകോപിപ്പിക്കുന്ന കാര്യമാണ്. കർത്താവിന് സന്തോഷം കൊടുക്കുന്ന കാര്യമല്ല. കർത്താവ് അനുവദിക്കുന്ന കാര്യമാണെങ്കിൽ അവിടെ പ്രകോപിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളാണ് ശകുനവും മന്ത്രവും എന്ന് 2 രാജാക്കന്മാർ 17 വായിക്കുമ്പോൾ, 17 വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന. എസെക്കിയേൽ 6 12 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്യദൈവാരാധന അത് ദൈവമക്കൾക്ക് അനുവദിച്ചിട്ടുള്ളൊരു കാര്യമല്ല. ഞാനായിരിക്കണം നിങ്ങൾക്ക് ഏക ദൈവം. ഈ അന്യദൈവാരാധന നടത്തിയാൽ അതിനുള്ള ശിക്ഷ വളരെ ക്രൂരമായിരിക്കും എന്നുള്ളത്, കഠിനമായിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുകയാണ് 3 ലെവലിലുള്ള ശിക്ഷയെക്കുറിച്ച്. വാൾ അവർ നേരിടേണ്ടി വരും. ആരാ? അടുത്തുള്ളവർ. അന്യദൈവാരാധന നടത്തിയവർക്ക് ഉള്ള ശിക്ഷ, അടുത്തുള്ളവർക്ക് വാള്, അകലെയുള്ളവർക്ക് പകർച്ചവ്യാധി. ഇനി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന അവശേഷിക്കപ്പെടുന്ന വ്യക്തികൾക്ക് അവർക്ക് പറഞ്ഞിരിക്കുന്നതാണ് പട്ടിണി. ഈ ശിക്ഷ കേട്ടാൽ നമുക്കറിയാം ഈ പാപം വളരെ ഗൗരവമുള്ള ഒരു പാപമാണ്. അതിലേക്ക് നമ്മൾ പോകരുത്. ആരെല്ലാം അതിനെ പ്രേരിപ്പിച്ചാലും ആരൊക്കെ അതിൻ്റെ പുറകെ പോകുന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ പുറകെ പോകാൻ പറ്റത്തില്ല എന്നുള്ളത് തിരിച്ചറിയാം. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത്, ദൈവമക്കൾക്ക് യോജിക്കാത്ത മറ്റു കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവ അനുകരിക്കരുത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് ദൈവമക്കൾക്ക് യോജിച്ചതല്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ അയൽപക്കത്ത് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല. ഏതൊക്കെയാണത്? നമ്മൾ കണ്ടു, നിയമാവർത്തനം 18:9 മുതൽ ദേശവാസികളുടെ ദുരാചാരങ്ങൾ, വചനം അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന
വചനം പാപകരം എന്ന് പറഞ്ഞിരിക്കുന്ന ദുരാചാരങ്ങൾ അത് നിങ്ങൾ അനുകരിക്കരുത്. റോമാലേഖനം 12:19 മുതൽ വായിച്ചാൽ പ്രതികാരം അരുത്. പ്രതികാരം നിങ്ങൾ ചെയ്യേണ്ടതല്ല, അത് എൻ്റെ ക്രോധത്തിന് വിട്ടു തന്നേക്കൂ എന്ന് വചനം പറയുന്നുണ്ട്. റോമാലേഖനം 12:19 മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ സന്ദേശം അതാണ്. എഫേസസ് 5:4 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മ്ലേച്ഛത, വ്യർത്ഥഭാഷണം, ചാബല്യം ഇവ അരുത്, ദൈവമക്കൾക്ക് യോജിച്ചതല്ല. മ്ലേച്ഛത, വ്യർത്ഥഭാഷണം, ചാബല്യം. പകരം എന്താണ് യോജിച്ചത്? കൃതജ്ഞതാസ്തോത്രം. എല്ലാ സാഹചര്യത്തിലും എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറയാൻ പഠിക്കുക. അതാണ് ക്രിസ്ത്യാനിക്ക് യോജിച്ചത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. അവസാനമായിട്ടൊരു വചനം കൂടി എടുക്കാം. റോമ 14:15 അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, മറ്റൊരാളെയും നീ വിഷമിപ്പിക്കരുത്, മറ്റൊരാളെയും വേദനിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്, അങ്ങനെ ഒരു കാര്യം നിൻ്റെ ഭാഗത്തു നിന്നും വരരുത് എന്ന്. ഇതെല്ലാം ദൈവമക്കളായ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ വേണ്ട ഒരു കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.